ട്രൈബൽ മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആദിവാസികളുടെ ഇടയിൽ ഭൂരിപക്ഷ വിഭാഗമായ മലവേടരുടെ മീൻപിടുത്തം കാണുന്നതിന് വേണ്ടിയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ആറിൻ്റെ ഒരു കരയിലേക്ക് പോവുകയാണ്. ആറിൻ്റെ കരയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ വണ്ടി വെച്ചിട്ട് ആറിൻ്റെ അവിടോട്ട് ഇറങ്ങിപ്പോകണം. ഞാൻ അതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ്. വളരെ രസകരമായൊരു കാഴ്ചയാണ് അവരുടെ മീൻപിടുത്തം. ഞാൻ വണ്ടി സൈഡ് ഞാൻ വെച്ചിട്ട് ഞാൻ താഴോട്ട് ഒരു തോട്ടത്തിലൂടെ ഇറങ്ങി ആറിൻ്റെ നടുവിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. താഴോട്ട് ഇറങ്ങി ആറിങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ അതുകൊണ്ട് ആറ് കാണാൻ സാധിക്കും. വളരെ ഭംഗിയാണ്. വെള്ളം കുറച്ചുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അവിടെ കാണും. ഞാൻ അവരെ തേടിയാണ് പോകുന്നത്. അവർ മീൻ പിടിച്ചാൽ രാവിലെ ഇറങ്ങി പേര് കേട്ടും ഒരു നദിയാണ് പമ്പ. വല്ല വർഷകാലങ്ങളിലും വേനൽക്കാലങ്ങളിൽ ആദിവാസികൾ ഇവിടെ വന്ന് കുളിക്കാനും നനയ്ക്കാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും ഒക്കെ വരാറുണ്ട്. ഇവിടുത്തെ ആ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മീൻ പിടിക്കുന്നതിന് വേണ്ടി ചിറ കിട്ടും. പമ്പയ്ക്കെതിരെ ഒരു സൈഡിൽ പമ്പ ഉണങ്ങി വരണ്ട് കിടക്കും, മറു സൈഡിൽ കൂടി വെള്ളം പോകുന്നു. അപ്പോൾ ആ ചിറ കെട്ടുന്ന ഭാഗമാണ് കാണുന്നത്. അവർ ചിറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. താഴെ മീൻ പിടിക്കുന്നതിന് വേണ്ടി ചിറ കെട്ടുകയാണ്. വളരെ രസകരമാണ് അവരുടെ മീൻപിടുത്തം. നമ്മൾ അടുത്ത് നിന്ന് കണ്ടെങ്കിലേ അറിയത്തുള്ളൂ. സാധാരണ പുറത്തൊക്കെ ഉള്ളവരുണ്ട്. അവരെ ചിറ കെട്ടിയിട്ട് വെള്ളം ചാക്ക് രണ്ടുപേര് അപ്പുറം ഇപ്പുറം നിന്ന് പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് വെള്ളം തേകി വെളിയിൽ കളയുക. എന്നിട്ട് അവിടെ നിന്നാണ് മീൻ പിടിക്കാൻ ആരംഭിക്കുന്നത്. വെള്ളം തേകി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം ഇതൊരു പ്രത്യേക കാഴ്ചയാണ്. വെള്ളം പറ്റി കുറേ പാത്രത്തിനകത്ത് കുറേ വെള്ളം പറ്റുക. കുറച്ച് പേര് മീൻ പിടിക്കുന്നു, കുറച്ച് പേര് ഒരാൾ വെള്ളം തേകി മാറ്റുന്നു. അതിനിടയ്ക്കൊക്കെ എൻ്റെ ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അവർ ആറ്റിലിരുന്ന് നിറഞ്ഞിരുന്ന വെള്ളം വറ്റിച്ചാണ് ആറ്റിൽ നിന്ന് മീൻ പിടിക്കുന്നത്. എന്ത് രസമാണ് നമുക്ക് നോക്കി. അവിടെ ചാക്കിനകത്തോട്ട് മീൻ പിടിച്ച് ഇടുകയാണ്. പാത്രത്തിനകത്തോട്ട് ചാക്കിനകത്ത് അവർ പിടിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ചാക്ക് മീനെങ്കിലും അവർ പിടിച്ചിരിക്കും. അതാണ് രസം. കല്ലൊക്കെ ഇളക്കി അതിനിടയിലൊക്കെ മീൻ കയറിയിരിക്കും. അതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ പ്രത്യേക രസകരമായ ഒരു കാഴ്ചയാണ് ഇവരുടെ പ്രത്യേകിച്ച് ട്രൈബൽസിൻ്റെ മീൻപിടുത്തമൊക്കെ. മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ചാടുന്നുണ്ടോ? കണ്ടോ ചെറിയ മീൻ വേണ്ട അവിടെ വഴിയൊക്കെ മീൻ ചാടുന്ന രസമല്ലേ? വേണ്ട മീൻ ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട്. കുത്തി ഇളങ്ങി ചാടുന്നു. മീനിൻ്റെ ഒരു ചാട്ടം കണ്ടില്ലേ? ഇഷ്ടം പോലെ മീനുണ്ട്. അവർ പോകുമ്പോഴത്തേക്ക് ഒരു ചാക്ക് മീനെങ്കിലും പിടിച്ചുകൊണ്ട് പോകും. എല്ലാ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് മീൻ പിടിക്കുക. വെള്ളം പറ്റി ശരിക്കും നല്ല നിറഞ്ഞു കിടന്ന വെള്ളം അവർ മണിക്കൂറുകൾ കൊണ്ട് തേകി പറ്റിച്ചാണ് മീനെ പിടിക്കുന്നത്. എന്ത് രസകരമായ കാഴ്ചയുണ്ട്. ഒരു മീനാണ്, ആറ്റിലെ ഒരു മീനാണ്. അവിടെ എല്ലാം മീൻ കിടന്നിങ്ങനെ കുന്തുള്ളിക്കുക. ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. എന്ത് രസകരമായ കാഴ്ച. അതൊരു മീനാണ്. അതുകൊണ്ട് കാണുന്ന ഒരു മീനാണ്. ഒരു മീനെ അവിടെ അത് കിടക്കുകയാണ്. എൻ്റെ സുഹൃത്താണ് ഈ കല്ലുകൊണ്ട് എറിഞ്ഞൊരു മീനെ പിടിച്ചു. എന്ത് രസമാണ്. ഒരു മീനെ ഇടിച്ചു ഒരു കല്ല് കൊണ്ട് എറിഞ്ഞ് കണ്ടോ. ആ മീനെ ഒരു ആരകനാണ്. അതിനെ ഇങ്ങനെ ഇടിച്ച് എന്നെ കാണിക്കുകയാണ്. ഇതാണ് ഇതേ കല്ല് കൊണ്ട് എറിഞ്ഞ് പിടിച്ചതെന്ന്. ഉണ്ടോ ചെറുപ്പക്കാരായ പിള്ളേരാണ്, അത് കുട്ടികളാണ്. അവരാ മീനെ പിടിക്കുന്നുണ്ടോ? എന്ത് രസമാണ്. വെള്ളം കൂടുതലാകുമ്പോൾ അവർ ആ വെള്ളം തേകി പറ്റിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് മീനെ പിടിക്കാൻ തുടങ്ങും. കല്ലിൻ്റെ ഇടയിലൊക്കെ വലിയ മീനുകൾ ഇരിപ്പുണ്ട്. ആ മീനുകളൊക്കെ അവർ പിടിക്കും. ഇങ്ങനെയാണ് ട്രൈബൽസ് മീൻ പിടിക്കുന്ന, ആറ് വറ്റിച്ച് മീൻ പിടിക്കുന്ന, പമ്പയാറിനെ പറ്റിച്ച് മീൻ പിടിപ്പിക്കുന്ന കാഴ്ചയാണിത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടതാണ് ഒരു ചിത്രശലഭം. മനോഹരിയായ ഒരു ചിത്രശലഭം ഞങ്ങളുടെ കണ്ണിൽ വന്ന് പെട്ടു. അത് ഞാൻ മീൻ പിടിക്കുന്നതിൻ്റെ അടുത്ത് പറന്നു വന്നിരുന്നതാണ്. ഞാനതിനെ ക്യാമറയിൽ പകർത്തിയതാണ്. എന്ത് രസമാണ്. പ്രകൃതിയുടെ ഒരു പ്രത്യേകതയല്ലേ ഇതൊക്കെ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട്, മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് എന്ത് മനോഹരിയാണ് പമ്പ. ഞങ്ങളുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞങ്ങളെ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഞങ്ങളെ സഹകരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം.